ഇതിൻ്റെ മാടൻ, മറത, ചാത്തൻ, നാരായണഗുരു നിശ്ചയിച്ച എല്ലാ ദൈവങ്ങളും അതിനൊക്കെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ട്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ശരിയാ, അകത്തിരിക്കുന്നതാണോ ദൈവം എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയുമായിരിക്കില്ല. മാടന്റെ സ്ഥാനത്ത് ശാരദയെ പ്രതിഷ്ഠിച്ചത് കൊണ്ടോ മറുതയുടെ സ്ഥാനത്ത് ശിവനെ പ്രതിഷ്ഠിച്ചത് കൊണ്ടോ ലോകോത്തര അസ്പൃശ്യതയും മാറാൻ പോകുന്നില്ല. വീഞ്ഞുപയോഗിക്കുന്ന ക്രൈസ്തവരെ നാരായണീയർ അവരുടെ മതസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നു. മാംസം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറിവ് ബലി നടത്തുന്ന മുഹമ്മദീയരെ, മുസ്ലിങ്ങളെ നാരായണീയർ അവിടെ സർവ്വമത സമ്മേളനത്തിൽ ആശ്രമത്തിൽ പങ്കെടുപ്പിക്കുന്നു. തുല്യത പറഞ്ഞ നാരായണീയ ദർശനത്തിന്റെ വക്താക്കൾ പോലും, നാരായണ ഗുരുവിന് പോലും പിഴവ് പറ്റി. ലോകത്തുള്ള മതങ്ങളെല്ലാം മലകളും താഴ്വരകളാണ്. മുഹമ്മദ് പോയിരുന്ന ഹിറാ ഗുഹയില്ല, മോസസ് പോയിരിക്കുന്നത് മലയുടെ മുകളിലാണ്. അപ്പൊ എല്ലാവരും, കൃഷ്ണൻ പോകുന്നതും മലയമുക്കട ആടിനെ വെച്ചുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഏകദേശം വെച്ചാൽ ശിവൻ ഇരിക്കുന്നത് കൈലാസത്തിലാണ്, ഇല്ലേ? അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി. പക്ഷെ ആരോപണം എന്താണ്? ഊഹമല്ല വേണ്ടത്. അപ്പോൾ ഈ ഇരിക്കുന്ന വേഷത്തിലാണ് അവർ കാണുന്നത്. ആ വേഷത്തിൽ അവർ കരുതാണ് ഇങ്ങനെ ഇരിക്കുന്നവന്മാരൊക്കെ കള്ളന്മാരാണ്. ലോകരെ തന്നിലേക്ക് ആകർഷിക്കാനാണ്. ഓരോരുത്തരും ആകർഷിക്കപ്പെടുമ്പോൾ ഒത്തിരി ഭക്തന്മാർ വരും. ഭക്തന്മാർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അധികാര വർഗ്ഗങ്ങൾ. അവര് കരുതുന്ന തലത്തിലേക്ക് എല്ലാവരും വരണം എന്നാണ്. ഹിന്ദു മതത്തിലുള്ളവർക്കും ഉണ്ട്. കൊടുക്കുന്നതിന് കാരണം കൊടുക്കുന്നവൻ അറിവില്ലാഞ്ഞിട്ടല്ല, ചെല്ലുന്നവൻ അറിവില്ലാത്തതുകൊണ്ടാണ്. ആദ്യം ഇവിടെയല്ല സംഭവിക്കുന്നത്, ഉള്ളിലാണ്. ഇപ്പോഴൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം വർദ്ധിച്ച് ബാഹ്യമായി വരുമ്പോഴാണ് പ്രകടിതമാകുമ്പോൾ നമ്മൾ അസുഖം ഉണ്ടെന്ന് പറയും. തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് പനിയാണ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്, ചരട് ജപിച്ചു വരും. അപ്പം നമ്മൾ അവരോട് സ്വതവേ പറയും, പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല, എന്നാൽ പ്രവർത്തിച്ചുകൊണ്ട് സംഭവിക്കും. ഉള്ളത് കൊടുക്കാനും ചണ്ടാളബാബയ്ക്കാവും. ചണ്ടാളബാബ പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾക്ക് മരുന്നോ ഔഷധോ ഭക്ഷണോ ഒന്നും കിട്ടില്ല എന്ന് ചണ്ടാളബാബയ്ക്ക് ബോധ്യമുണ്ട്. അത് പ്രതിമ സ്വൽപ്പബുദ്ധീന, അല്പബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് പ്രതിമ വെച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്, വിഗ്രഹങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യനാണ് ദൈവമാകേണ്ടത്, കല്ലുകളല്ല. കല്ല് ചലിക്കില്ല. കല്ലിൽ ആരോപിച്ച് നമുക്ക് അതിനെ മാതൃകയാക്കാം. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ശരിയാ, അകത്തിരിക്കുന്നതാണോ ദൈവം എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയുമായിരിക്കില്ല. നമസ്കാരം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ആദിമാർഗി ചണ്ടാള ബാബയാണ്. ബാബയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, അബാക്കിന്റെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. ബാബയെ നമസ്കാരം. നമസ്തേ. നമസ്തേ. ആദ്യത്തെ ചോദ്യം കുറച്ച് അരോചകമായി തോന്നുമെന്ന് എനിക്കറിയില്ല, എന്നാലും ചണ്ടാള ബാബ ഒരു ആൾദൈവമാണോ? ആൾദൈവം എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ രണ്ട് വാക്കുണ്ട്. ഒന്ന് ആളും മറ്റൊന്ന് ദൈവം. മനുഷ്യദൈവം, മനുഷ്യനും ദൈവം. ഇവിടെ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ആരെങ്കിലും പോയിട്ട് ഇത് കല്ല് ദൈവമാണോ? അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ശരിയാ, അകത്തിരിക്കുന്നതാണോ ദൈവം എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയുമായിരിക്കില്ല. നല്ല ചോദ്യം പോലെയാണ് ശില്പയുടെയോ അല്ലെങ്കിൽ ഇത്രയും ചോദിക്കുന്ന ഒരുപാട് ആളുകളുടെ ചോദ്യം. അവിടെ അമ്പലത്തിൽ പോയിട്ട് ആ കല്ലാണോ ദൈവം? ഒരു മരപ്പീഠം കണ്ടിട്ട് ഇതാണോ ദൈവം? മോസ്ക് കണ്ടിട്ട് ഈ കാണുന്നതാണോ ദൈവം എന്നാരും ചോദിക്കാറില്ല. പക്ഷേ ഞങ്ങളെപ്പോൾ ആത്മീയ ആചാര്യന്മാരോട് ഞങ്ങൾ ദൈവങ്ങളാണോ ചോദിക്കുമ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ വിഷയം. അവിടെ ഒരു വിഗ്രഹത്തിലോ ഒരു പീഠത്തിലോ ആ ചോദ്യം ഉയരാത്തത്, അത് നിങ്ങളങ്ങോട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ദൈവമുണ്ട്. പക്ഷെ അതെങ്ങനെ ദൈവമായി? എവിടെയോ കിടക്കുന്നൊരു പാറ, അതിനൊരു കഷ്ണം ചെത്തിയെടുത്ത് രൂപം കൊത്തിയെടുത്ത്, മനുഷ്യനെ പോലെയുള്ള രൂപം മറ്റിലൊക്കെ ഉണ്ടായിരിക്കും, അത് മനുഷ്യനോട് റിലേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനത്തെ രൂപങ്ങൾ കൊത്തിയെടുത്ത് അതിലൊരു ആചാര്യൻ, ഹിന്ദു വിശ്വാസപ്രകാരമാണ് പറയുന്നത്, അതിലൊരു ആചാര്യൻ ഒരു പൂജകളൊക്കെ നടത്തി ഒരു കലശത്തിലെ വെള്ളമാടി അതിനൊരു മന്ത്രന്യാസങ്ങളൊക്കെ ചെയ്ത് തൊട്ട് ജപിച്ച് അതിനുശേഷം നിങ്ങളോട് പറയുന്നു ഇതാ ദൈവമായി മാറി. ഒരു ചിത്രമാണെങ്കിലും ഇങ്ങനെ തന്നെ. അതോടുകൂടി നിങ്ങൾ അതിനെ ദൈവമായി കാണുന്നു, പിന്നെ വന്ദിക്കുന്നു. ഇതുപോലെയാണ് എന്നെപ്പോലുള്ള ഗുരുക്കന്മാർ തന്ത്രപദ്ധതി അനുസരിച്ച് ഒരു വിഗ്രഹത്തിൽ ചെയ്യുന്ന എല്ലാ പരിപാടിയും. ഒരു ഗുരു വർഷങ്ങളോളം നീണ്ട പഠനമുണ്ട് ഞങ്ങൾക്ക്. അതിനുശേഷം തപസ്സിലൂടെ, തപസ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കല്ല, ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിൽ ന്യാസാദികളും പൂജകളും കലശാഭിഷേകവും നടത്തി ഞങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ ഞങ്ങൾ ഉറപ്പിക്കുന്ന ചില പദ്ധതികൾ ചെയ്തിട്ട് ആ ദേവതയിൽ ഞങ്ങളെ സ്ഥാപിക്കുമ്പോൾ, പ്രതിഷ്ഠിക്കുമ്പോൾ ആ കല്ല് ദൈവമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവമായി, ആ പ്രക്രിയയാണ് ദൈവമാക്കുന്നെങ്കിൽ നമ്മളും ദൈവമാണ്. ആ പ്രക്രിയ ചെയ്യുന്നവരൊക്കെ ദൈവമാണ്. ഇനി ആ പ്രക്രിയ ചെയ്യാത്തവരും ദൈവമാണ്. കാരണം തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും വലിയ ഒരു മന്ത്രമായിട്ട് പറയുക അജപാമന്ത്ര പറയുക. അജപാമന്ത്രം എന്ന് പറഞ്ഞാൽ ജപിക്കാതെ ജപിക്കപ്പെടുന്ന മന്ത്രം. നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ അതേതാ മന്ത്രം? ഈ ശ്വാസം വലിച്ചു വിടുക. സോഹം. സോഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറ് ഇങ്ങനെയാണ്, സോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം, അഹം സഹ അഹം, അവൻ ഞാനാകുന്നു, പക്ഷെ ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ശിവമാകുന്നു, ചാത്തനാകുന്നു, യഹോവയാകുന്നു, ബുദ്ധനാകുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ദൈവം. നിരന്തരം ശ്വാസം വലിച്ചു വിടുന്ന ഓരോ ജീവിയും, സസ്യങ്ങൾ പോലും ഉണ്ട്, അവരറിയാതെ ജപിക്കുന്ന മന്ത്രമാണ് അജപ. അപ്പോൾ അജപ ജപിക്കുന്നവരൊക്കെ ദൈവമാണ്. അവർക്കതറിയില്ല, നമുക്കതറിയാം. അതുകൊണ്ട് ചണ്ടാളബാബ ദൈവമാണെന്ന് വെച്ചാൽ ചണ്ടാളബാബയെ സംബന്ധിച്ച് ചണ്ടാളബാബയുടെ ദൈവം ചണ്ടാളബാബയാണ്. ചണ്ടാളബാബയ്ക്ക് ഉണ്ണണമെങ്കിൽ ചണ്ടാളബാബ എടുത്ത് ഉണ്ണണം, വേറൊരു ദൈവം തരില്ല. ചണ്ടാളബാബയ്ക്ക് ഒരാൾക്ക് ഊണ് കൊടുക്കണമെങ്കിലും ചണ്ടാളബാബ. അമ്പലത്തിനുള്ള ദൈവങ്ങളാണെങ്കിൽ എടുത്തുണ്ണേണ്ട ആവശ്യകത ഇല്ല, അവർ ഉണ്ണുന്നില്ലല്ലോ. പക്ഷെ അവിടെ നിവേദ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അതായത് അപ്പോൾ ഒരു പരിമിതി. ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളോ ആരാധനാലയ ദൈവങ്ങളോ
ഒന്നും ചെയ്യുന്നില്ല. 1000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്കൂ, ആ ദൈവം നിങ്ങൾക്കൊന്നും തരില്ല പ്രത്യക്ഷത്തിൽ. പിന്നെ നമ്മൾ അങ്ങോട്ട് പൈസയും കൊടുക്കണം. പുരോഹിതനാ കൊടുക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കും. ഇപ്പൊ ശില്പ നമ്മുടെ ചോദിക്കുകയാണ് ചണ്ടാള ബാബ ദൈവമാണോ? മറുപടി കിട്ടി. ശില്പ പോയിട്ട് ശബരിമലയോ ഗുരുവായൂരോ ചോറ്റാനിക്കരോ അല്ലെങ്കിൽ മക്കത്തൊക്കെ പോയിട്ട് ശില്പ പോയിക്കാണ്, ഇതിൻ്റെ ഉള്ളിൽ ദൈവമാണോ ചോദിച്ചാൽ ആ ഇരുത്തങ്ങനെ നിൽക്കും. കാലം കഴിയുന്നേരം ശ്വാസം മുട്ടി ചത്തുപോകുന്നല്ലാണ്ട്. അവിടെയാണ് ഒരു നമ്മളുടെ ഇവിടുത്തെ സിദ്ധാന്തം, നമ്മളിവിടുന്ന് എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ ഓരോ മനുഷ്യരും ദൈവമാകണം. മനുഷ്യൻ ദൈവമായാൽ ഗുണം എന്താ വെച്ചാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യൻ ദൈവമാകുന്നില്ല എന്നുള്ളിടത്താണ്. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം. ദിവ് എന്ന വാക്കിൽ നിന്ന് ദൈവം എന്ന പദം ഉണ്ടാവുന്നത്. ദിവ് പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് എന്താണ്? നമ്മളെല്ലാം ഈ പ്രകൃതി പെറ്റ മക്കളാണ്. ഒരു മനുഷ്യൻ വേദനിക്കുമ്പോൾ വിശക്കുമ്പോൾ അവൻ അന്നം കൊടുക്കാനും അവൻ എന്ത് ചെയ്യാനും, ഒരു മനുഷ്യന് ഇപ്പൊ ഈ കാൽച്ചോട്ടിലിരിക്കുന്ന നായ്ക്ക് പോലും എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അത് കൊടുക്കാൻ മനുഷ്യനെ പറ്റില്ല. അതിനൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതിന് നക്കാനും തുടയ്ക്കാനും പരമാവധി പറ്റും, പക്ഷെ നമുക്കേ വെച്ച് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനാണ് ദൈവമാകേണ്ടത്, കല്ലുകളല്ല. കല്ല് ചലിക്കില്ല. കല്ലിൽ ആരോപിച്ച് നമുക്ക് അതിനെ മാതൃകയാക്കാം. ഒരു ദൈവത്തെ അവിടെ സങ്കല്പിച്ച്, അവിടെ തന്ത്രശാസ്ത്രം തന്നെ, വിഗ്രഹാരാധന പറഞ്ഞ തന്ത്രശാസ്ത്രമാണത്. പ്രതിമ സ്വൽപ്പബുദ്ധീനാം, അല്പബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് പ്രതിമ വെച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹങ്ങൾ തന്ത്രശാസ്ത്രമാണ് കേട്ടോ. പൂജാ പദ്ധതി പഠിപ്പിക്കുന്ന അല്ലാണ്ട് ഇപ്പം ഈ പറയുന്ന ഈ സെമിറ്റിക് മതങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ വിഗ്രഹാരാധകരാ മണ്ടന്മാരാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് അറിയാഞ്ഞിട്ടാണ്. അവർ പറയുന്നതിന് മുമ്പേ ഇത് ചെയ്യുമ്പോൾ തന്നെ പറയാണ് അല്പബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് വിഗ്രഹങ്ങൾ. സർവത്ര വിദിതാത്മനാം, ആത്മജ്ഞാനികൾ എല്ലാത്തിലും ദൈവത്തെ കാണും. ആ എല്ലാത്തിലും കാണണമെങ്കിൽ ആദ്യം കാണേണ്ടത് എവിടെയാണ്? നമ്മളിലാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞത് ചണ്ടാളബാബയാണ് ദൈവം. ഒരാൾ 1000 രൂപ കടം ചോദിച്ച് കരഞ്ഞു വരുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാനും ഇല്ലെങ്കിൽ ഉള്ളത് കൊടുക്കാനും ചണ്ടാളബാബയ്ക്കാവും. ചണ്ടാളബാബ പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾക്ക് മരുന്നോ ഔഷധോ ഭക്ഷണോ ഒന്നും കിട്ടില്ല എന്ന് ചണ്ടാളബാബയ്ക്ക് ബോധ്യമുണ്ട്. അത് പ്രവർത്തിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിനർത്ഥം നമ്മൾ നിരീശ്വരവാദിയാണെന്നല്ല. നിരീശ്വരവാദിയിൽ ഈശ്വരൻ എന്ന സത്യമുണ്ട്. ആ സത്യം പ്രവർത്തിക്കില്ല. കാരണം ടാറ്റ ഒരു കാർ ഇറക്കുന്ന സമയത്ത് അതിനെല്ലാം ടാറ്റ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതില്ല. അപ്പം നമ്മളൊരു മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് കൈ കാല് മൂക്ക് നാക്ക് ചിന്തിക്കാനും എല്ലാം തന്നു കഴിഞ്ഞു. ഇത് ദൈവത്തിൻ്റെ പ്രൊഡക്റ്റാ. ഇതുകൊണ്ട് നമ്മൾ പോകണം. ഇതറിയാത്തവരെന്ത് ചെയ്യും? ദൈവമേ എന്ന് വിളിക്കും. നമ്മൾ പ്രവർത്തിച്ചാലേ കിട്ടും. പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല, എന്നാൽ പ്രവർത്തിച്ചുകൊണ്ട് സംഭവിക്കും. പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പ്രവർത്തനം മാത്രം വിളിച്ചാലും കാര്യം നടക്കും. പ്രാർത്ഥന കൊണ്ട് ഇവിടെ ഒന്നും രോഗം മാറി എന്നൊക്കെ പറയൂട്ടോ. രോഗം മാറി എന്നൊക്കെ ഈ ആൾദൈവങ്ങൾക്ക് ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാതിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനോട് ആൾക്കാർക്ക് ഒരു വിശ്വാസക്കുറവ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ചില ആൾദൈവങ്ങൾ ഇപ്പൊ ബാബയോട് ബാബ പറഞ്ഞു 1000 രൂപ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് ഇല്ലത് കൊടുക്കും. പക്ഷെ ചിലവർ അങ്ങനെയല്ല. ചിലവർ 2 ഭസ്മം എടുത്ത് ഊതും, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു വിശ്വാസവഞ്ചന നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ശില്പ ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് പനിയാണ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ചരട് ജപിച്ചു തരും. അപ്പം നമ്മൾ അവരോട് സ്വതവേ പറയും ചരടിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ 3 കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ 3 കുട്ടികൾക്ക് ഇതുവരെ, മൂത്ത മകൾക്ക് ഏകദേശം 9 വയസ്സിട്ട പ്രായമായി, 10 വയസ്സോളം, ഇതുവരെ അവൾക്കൊരു ഉപ്പ് ഒഴിഞ്ഞിടുക, ഒരു ചരട് കെട്ടുമെന്ന് നമ്മൾ ചെയ്തിട്ടില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല ഒരു അസുഖം മാറ്റാനുള്ള മാർഗം. പക്ഷേ ആ കുട്ടിയുടെ രക്ഷിതാവോ ആ കുട്ടിയോ മുതിർന്നവരോ അത് വിശ്വസിക്കുന്നു എങ്കിൽ അതിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, അച്ഛനെ പഴയ ഒരു 14ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, എന്നാൽ ലോകം അറിയാം, പക്ഷേ ആ നാടൻ ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം ഡോക്ടറെ കാണാൻ പോയി വന്നിട്ട് പനിയായിട്ട് പോയതാ. അദ്ദേഹം വന്ന് പറയുന്നത് എന്താ അറിയോ? ഈ പനി മാറും തോന്നലെന്തേ? ആ ഡോക്ടർ കൂടുതലും സംസാരിച്ചില്ല, നേരെ മരുന്ന് എഴുതി, ഒരു ഇഞ്ചക്ഷൻ പോലും വെച്ചില്ല. അതായത് ആ ഇഞ്ചക്ഷൻ വെച്ചാലേ ഉള്ളൂ ആ അദ്ദേഹത്തിനും പനി മാറൂ എന്ന് അദ്ദേഹം കരുതുന്നത്. അതായത് ഇതേ മൈൻഡാണ് നമ്മളൊരു ഭസ്മം കൊടുക്കുമ്പോൾ. അപ്പോൾ ചണ്ടാളബാബയെ കാണാൻ വരുമ്പോൾ ചണ്ടാളബാബ തന്നെ ഉപദേശിച്ചു എന്ന് കരുതുക. അധികം ഉപദേശമാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷെ ഉപദേശിക്കുമ്പോൾ എന്താ വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നതല്ല. അവർക്ക് വേണ്ടത് ഒരു പൂജയോ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇപ്പോൾ തട്ടിപ്പല്ലേ അടുത്ത ചോദ്യം വരും. അപ്പോൾ ഇതില്ലെങ്കിൽ ബാബാജി ചെയ്തു കൊടുക്കണേ. തട്ടിപ്പ എന്നല്ല വാക്ക്, ഇതിലൊരു സയൻസ് ഉണ്ട്. അതാണ് മറ്റേ നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണുന്ന അവസാനം ഇതിനെ പലർത്തും നിരേഷ് കുമാറിന്റെ ഇന്റർവ്യൂ പറയാറുണ്ട് എല്ലാ ഇന്റർവ്യൂവിലും ഈ ഒരു പോയിന്റ്. എന്താ വെച്ചാൽ അത് ഈ പ്രത്യേകിച്ച് മന്ത്രവാദം ഇപ്പൊ ചോദിക്കുന്നുണ്ടായിരിക്കാം. മന്ത്രവാദം എന്ന് പറയുന്നത് പഴയ സൈക്കാട്രി ചികിത്സയുടെ ഭാഗം കൂടിയാണ്. സൈക്കാട്രിസ്റ്റുകളാണ് ഇവിടുത്തെ മന്ത്രവാദികൾ. ഇപ്പോഴാണ് സൈക്കാട്രി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ അതാണ് മനുഷ്യത്താഴിൽ ആ സിനിമ ചിലത് നമ്മൾ ചെയ്യണം. അത് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കണം. ഒരു അസുഖം മാറും. ഞാൻ അസുഖം വരുമ്പോൾ ആദ്യം ഇവിടെയല്ല സംഭവിക്കുന്നത്, ഉള്ളിലാണ്. ഇപ്പോഴൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം വർദ്ധിച്ച് ബാഹ്യമായി വരുമ്പോഴാണ് പ്രകടിതമാകുമ്പോൾ നമ്മൾ അസുഖം ഉണ്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മവശം മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മന ഏവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷം. മനസ്സിൽ വരുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാനസികമായി തന്നെ ചിലത് ചെയ്യേണ്ടതുണ്ട്. ഒരാൾക്ക് അസുഖം, അതുകൊണ്ടാണ് ഉള്ളടക്കം സിനിമയിൽ ജഗദീഷ് കുമാർ കുതിരയെ വിഴുങ്ങിയെന്ന് കരുതുകയാണ് അദ്ദേഹം.
ആ കുതിരയെ വിഴുങ്ങിയെന്ന് കരുതിയിട്ട് അദ്ദേഹം ഡോക്ടറെ പോയി കാണുമ്പോൾ പറയാം നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ അദ്ദേഹത്തെ ഓപ്പറേഷന് കയറ്റാന്ന് പറയും. തിരിച്ച് കുറച്ച് ബോധമൊക്കെ എടുത്തതിന് ശേഷം കൊണ്ടുവരുന്ന സമയത്ത് തൻ്റെ വയറ്റിലെ കുതിരയൊക്കെ പോയി ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എവിടേക്കും ഇതാ കാണുന്നത്. അപ്പോൾ ജഗതി കൊണ്ട് അയ്യോ ഇത് എൻ്റെ കുതിരയല്ല, എൻ്റെ കുതിര കറുത്ത കുതിര, ഇത് വെളുത്ത കുതിരയാണെന്ന് പറയും. അതായത് അതോടുകൂടി ആൾക്ക് കുതിരണ്ട് വീണ്ടും തോന്നും. ഇതാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത് ഈ ഭസ്മൊക്കെ കൊടുക്കുന്നതിന് കാരണം കൊടുക്കുന്നവൻ അറിവില്ലാഞ്ഞിട്ടല്ല, ചെല്ലുന്നവൻ അറിവില്ലാത്തതുകൊണ്ടാണ്. ചെല്ലുന്നവൻ്റെ തലത്തിൽ നിന്നിട്ടാണ് ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ആത്മീയതയിൽ. അത് ഭഗവത്ഗീത വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ മാനസിക തലം വ്യത്യസ്തമാണ്. ആ തലത്തിൽ നിന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ പോയി. ഒരു ഉദാഹരണത്തിന് ഒരു ഇസ്ലാമിക മതത്തിൻ്റെ കുറ്റമായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ അവിടെ അവരുടെ മതവീക്ഷണം അനുസരിച്ചിട്ട് ഈശ്വരന് രൂപമില്ല. എന്നെ രൂപം, എന്നെ ഗന്ധം, എന്നെ മാതാപിതാ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈശ്വരന് രൂപമില്ലെന്നും അതിന് ആലയം വേണ്ട എന്നൊക്കെ പറയുമ്പോഴും അവർക്കൊരു ആലയം വെച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ആരാധന വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്താ കരുതുന്നത്? ഇതൊന്നുമില്ല, ഇതൊക്കെ തെറ്റാന്ന് കരുതുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? അത്തരം ചെയ്യുന്ന ആളുകളെ പോലും ഉപദ്രവിക്കുന്ന ചില വിഭാഗങ്ങൾ അതിലിടയിലുണ്ട്, എല്ലാവരുമല്ല. അപ്പൊ ഇത് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അവര് കരുതുന്ന തലത്തിലേക്ക് എല്ലാവരും വരണം എന്നാണ്. ഹിന്ദു മതത്തിലുള്ളവർക്കും ഉണ്ട്. അല്ല, ഉണ്ട്. ഇപ്പോൾ ആര്യ സമാജം അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ആൾക്കാരുണ്ട്. അവരുടെ ആചാരം ശരി. അതുപോലെ തന്നെ ഈ മാടനും മറതിയും ആരാധിക്കുന്ന ഒരു മോശം ഇരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ ധ്യാനം മാത്രം ശരിയാണ്, മറ്റുള്ളൊന്നും ശരിയല്ല. അല്ല, അപ്പൊ ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ തൻ്റേത് മാത്രം ശരി. പലരും കൂപമണ്ഡൂകങ്ങളാവുകയാണ്. അപ്പൊ നമ്മൾ വേണം നമ്മുടെ വിഷയം, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മാത്രം ശരിയെന്നല്ല, ഇതും ഒരു ശരിയാണ്. ഇതുപോലെ ശരികളുണ്ട്. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യനൊരു ആൻസർ എന്നുള്ള പോലെ അല്ല. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി, അതിൽ വേറൊരു ആൻസർ ഇല്ല. മോദിയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഈ എങ്ങനെ പോലെ വിൽക്കാൻ എത്താന്നുള്ളതാണ്. പക്ഷെ ഇതന്നെ സത്യം, ഇതന്നെ രീതി എന്ന് പറയുന്നിടത്താണ് നമ്മൾ പലപ്പോഴും ഇതിനെ കുറ്റപ്പെടുത്തുന്നത്. ഇത് ശരിയല്ല. പിന്നെ അമിതമായ യുക്തിവാദവും ശാസ്ത്രചിന്തയും പറയുകയാണ്. ഈ ശാസ്ത്രചിന്ത കൊണ്ട് യുക്തിവാദം കൊണ്ടൊന്നും ഇവിടെ സത്യത്തിലൊരു സമാധാനം ഉണ്ടായി കാണുന്നില്ല. ശാസ്ത്രത്തിന്റെ പുരോഗമനം മനുഷ്യന് ഗുണമാണ്, പക്ഷെ അതിലേറെ ദോഷമാണ്. നമ്മളെല്ലാവരും കോവിഡ് കൊണ്ട് വലഞ്ഞതാണ്, പല അസുഖം കൊണ്ട് വലയുന്നു. ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ സംഭവിച്ചു തന്നെയാണ്. എന്നാൽ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതോ ശാസ്ത്രത്തിന്റെ പുരോഗതി തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് മന്ത്രവാദമോ കൂടോത്രോ ഭസ്മോ ചാരോ അല്ലെങ്കിൽ തേങ്ങ ഉരുട്ടലോ തേങ്ങ വെള്ളം തെളിച്ച് പൊട്ടിക്കലോ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ അടുത്തപ്പോൾ ഞാൻ എന്തൊരു വീഡിയോ കണ്ടു, വെള്ളം ഐസാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ശാസ്ത്രം അറിയാത്തതിൻ്റെ അടുത്തേ പറ്റുള്ളൂ. പക്ഷെ ശാസ്ത്രമാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളിടത്താണ്. നിങ്ങൾ മെഡിസിൻ ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ പാഷാണം കൊണ്ട് നിങ്ങൾക്ക് അസുഖം മാറ്റാം, പാഷാണം കൊണ്ട് നിങ്ങൾക്ക് മരിക്കും. അപ്പോൾ എന്ത് വേണം ചെയ്യാം. അവിടെയാണ് എന്തിനു ഉപയോഗിക്കുന്നത്. ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള ആചാര്യന്മാരോ ഗുരുക്കന്മാരോ ഇത് മതോ ഇത് ദർശനം എന്നുള്ളതല്ല. അവരിതിൽ ഉപാധി ഉപയോഗിക്കുന്നു എങ്കിൽ ലോകരെ തന്നിലേക്ക് ആകർഷിക്കാനാണ്. ഓരോരുത്തരും ആകർഷിക്കപ്പെടുമ്പോൾ ഒത്തിരി ഭക്തന്മാർ വരും. ഭക്തന്മാർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അധികാര വർഗ്ഗങ്ങൾ. അവർക്ക് ഞങ്ങളോട് സ്വതവേ ഒരു മുഷിൽ വരും. കാരണം എന്താണ്? അവരുടെ ഗില്ലിയിൽ ഒതുങ്ങേണ്ട ആളുകൾ ഇവിടെ വരുമ്പോൾ അവരുടെ കളിക്ക് കിട്ടില്ല. അപ്പോൾ അവരെ മാറ്റിമറിക്കും. കാരണം ആത്മീയത, ആത്യന്തിക ആത്മീയത ലോക സമാധാനം ആഗ്രഹിക്കുന്നത്. റൂട്ട് ഏതാണെന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ അധികാരമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താൻ കണ്ടൊരു മാർഗ്ഗമാണ് ഞങ്ങൾ ആൾദൈവങ്ങളാണ്, പറ്റിപ്പുകാരാണ്. രാഷ്ട്രീയക്കാർ പറ്റിക്കുന്ന അത്രയും ആത്മീയാചാര്യന്മാർ പറ്റിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് പോലീസുകാർ, നിയമം, നീതിയൊക്കെ. ഇവിടെ ഒന്നുമില്ല. പിന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് പിടിച്ചു പറിയായിരിക്കണം. ചാരിറ്റി ചെയ്യുന്ന പല ആളുകളുണ്ട്, അവർ ബിസിനസ്സായിരിക്കാം, എന്നാലും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവരുടേതായിരിക്കുന്ന ലക്ഷ്യത്തിന് തടസ്സമാണ് ഈ ആളുകൾ എന്നാണ്. പക്ഷേ ഈ ആളുകളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ട് ഭസ്മോ എന്തെങ്കിലും എറിഞ്ഞുകൊണ്ട് വരുന്നു എങ്കിൽ ആ ആളുകളെ സാവധാനം ഇവർ അടിമയാക്കുന്നുണ്ടെങ്കിൽ ചണ്ടാളബാബതിനെതിരാണ്. എൻ്റെ കാഴ്ചപ്പാട്ടിൻ്റെ കുറേ ആളുകൾ നിർത്തുന്നത് ഞാൻ എതിരാ, ഓൾറെഡി ഞാൻ എതിരാ. പക്ഷെ മറിച്ച് അവരെ ഇപ്പോൾ നമ്മൾ ദൈവമാണെന്ന് ശില്പിയോട് പറഞ്ഞ പോലെ അവരെയും ദൈവമാണെന്ന് ബോധ്യമുണ്ടാക്കി ഇവിടെ കെട്ടിയിടാതെ, ഇങ്ങനെ ഇരിക്കാൻ പറയാതെ, ഇങ്ങനെ ഇരിക്കാൻ അറിയാലോ, അനുഗ്രഹിച്ചിരിക്കാതെ നേരത്തെ പറഞ്ഞ നീ മനുഷ്യനാണ്, നിനക്ക് മാത്രമേ ദൈവമാകാൻ കഴിയുള്ളൂ, അതുകൊണ്ട് നീ ദൈവമാണെന്ന് നിനച്ചുകൊണ്ട് ദൈവമാണെന്ന് അറിയാത്തവരാരുമാകട്ടെ അവരെ ആ ദൈവത്തിലേക്ക് നയിക്കുക, നിനക്കാകുന്ന സഹായങ്ങൾ ചെയ്യുക. ഇത് പറയാൻ ഭസ്മോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക. ഇതിപ്പോൾ ഒറ്റ വാക്കിൽ ശില്പിക്ക് മറുപടി തരായിരുന്നു. എന്തുകൊണ്ടാണ് നീട്ടി ചോദിച്ചാൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ ഇവരിതിൻ്റെ ടൈമല്ല നോക്കുക, പറയുന്ന വാക്കാണ്. നമുക്കൊരു വാക്ക് മതിയാവും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് വിശദീകരണം എത്ര കിട്ടിയാലും ചോദ്യം ഉണ്ടാവും. അത്ര ആൾക്കാരെ മാറ്റാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഏതൊരു ചോദ്യത്തിനും വിശദീകരണം ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ട് ഓരോ ചോദ്യത്തിനും ഡീറ്റെയിൽ ആയിട്ട് എത്ര വേണമെങ്കിലും പറയാം. ആ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ, ഡെഫിനിഷൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടില്ലെങ്കിൽ സംശയം ഉണ്ടാവും. സംശയമുള്ളവരെന്നും തെറ്റിദ്ധരിക്കും. കാരണം അവരിതിൻ്റെ പുറത്തു നിന്ന് കാണുന്നവരാ. ചണ്ടാളവ ആൾദൈവം എന്ന് പറയുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ചണ്ടാളവ തട്ടിപ്പുകാരനെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഈ പറയുന്നവരോടൊക്കെ ഡയറക്റ്റ് ആരോട് കിട്ടും? നിങ്ങളിരുന്ന് ഒരു രൂപ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ സുഹൃത്തിൻ്റെ അടുത്ത് ഇല്ല എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിന് കാരണം വെച്ചാൽ അവർ ഊഹിക്കുകയാണ്. കാരണം അവരെന്താ ചെയ്യുന്നത്? ഷോളുണ്ട്, മാലയുണ്ട്, കഴിഞ്ഞ തവണ ഇപ്പോൾ തലയിൽ കെട്ടുണ്ട്, ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള വേഷമൊക്കെ ഞാൻ ധരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കുന്ന വേഷത്തിലാണ് അവർ കാണുന്നത്. ആ വേഷത്തിൽ അവർ കരുതാണ് ഇങ്ങനെ ഇരിക്കുന്നവന്മാരൊക്കെ കള്ളന്മാരാണ്. പക്ഷെ എന്നാൽ പരാതിക്കാരുണ്ടോ? അതില്ല. പക്ഷെ ആരോപണം എന്താണ്? ഊഹമല്ല വേണ്ടത്. എപ്പോഴും സ്പിരിച്വാലിറ്റി ഓപ്പൺ ആണ്.
പുസ്തകം വായിക്കേണ്ട, ഞങ്ങളെപ്പോഴുള്ള ഒരു ഓപ്പണാണ്, എപ്പോഴും കടന്നു വരാം, ചോദിക്കണം. അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി. ഇപ്പം അടുത്ത് നമ്മളൊരു വാക്ക് പറയണേ, നിർത്തിയിട്ട ബ്രേക്ക് ഇട്ട ബസ്സല്ല, യാത്രയാണ്. ഇന്നുണ്ടാകുന്ന അടച്ചിട്ടിട്ടാണ് പോകുന്നത്. നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളെപ്പോഴുള്ളവർ ചിലത് പറയും. നമ്മളൊരു യാത്രയിൽ തന്നെയാണ് വിവിധ തരത്തിലുള്ള സ്പിരിച്വാലിറ്റികളെ കുറിച്ചിട്ടാണ് കുറച്ച് 2-3 മാസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ചണ്ടാള ബാബയിലേക്ക് വരുമ്പോൾ ഞാൻ ചണ്ടാള ബാബയുടെ യൂട്യൂബ് പേജ് ഒക്കെ നോക്കിയായിരുന്നു വരുന്ന സമയത്ത്. അപ്പൊ അങ്ങ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതാണ് എന്നെ ഇപ്പൊ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അങ്ങ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങ് ചെയ്തിരുന്ന പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം മാറ്റി നിർത്തി ഞാൻ അങ്ങയോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അങ്ങ് അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെ കുറിച്ചിട്ടാണ്. ഇതിൽ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് മലവാര വേദാന്തം. അധികം കേട്ടുപരിചയമില്ലാത്ത ഒരു വാക്കാണത്. അപ്പോൾ അതെന്താണ്, എന്തുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നു? തീർച്ചയായും. ഇത് ഈ മലവാര വേദാന്തം എന്ന് പറഞ്ഞു, ഒന്നെന്ന് വെച്ചാൽ മലവാര എന്ന പ്രയോഗം തന്നെയാണ്. അതിൽ ബേസിക്കലി അതിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ സ്വതവേ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനത ഹൈന്ദവരാണ്, ഹിന്ദുക്കളാണ്. ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദു ഒരുപാട് ഡിനോമിനേഷൻസുകളുടെ ഒരു കൂട്ടമാണ്. അത് വ്യത്യസ്ത ആചാര വിശ്വാസം. ഇപ്പോൾ ശൈവ, വൈഷ്ണവ, ശക്തയ, കൗമാര, ഗാണപത്യ എക്സെട്ര ഒത്തിരി ഉണ്ട്, ബുദ്ധ, ജൈനയൊക്കെ ഉണ്ട്. എന്നാൽ ഇതിലൊന്നും പറയാതെ പോയൊരു വിഭാഗം ഉണ്ട് ഇവിടുത്തെ. അതാണ് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത് ഭരണഘടനാപരമായിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്, SC ST എന്ന് പറയുന്ന വിഭാഗങ്ങൾ. ഇവർ കൃത്യമായിട്ട് ഇവർക്ക് ഈ മുൻ പറഞ്ഞ ഷഡ് ദർശനങ്ങളല്ലാതെ അല്ലാത്ത പല കാര്യങ്ങളാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ട്രൈബ്സിൻ്റെയൊക്കെ ആരാധനാ പദ്ധതിയാണ് മലകളുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ മലകളും താഴ്വരകളും. ലോകത്തുള്ള മതങ്ങളെല്ലാം മലകളും താഴ്വരകളാണ്. മുഹമ്മദ് പോയിരുന്നത് ഹിറാ ഗുഹയിലാണ്, മോസസ് പോയിരിക്കുന്നത് മലയുടെ മുകളിലേക്കാണ്. അപ്പോൾ എല്ലാവരും കൃഷ്ണൻ പോകുന്നതും മലയും കൂടെ ആടിനെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം വെക്കുന്നത് ശിവൻ ഇരിക്കുന്നത് കൈലാസത്തിലാണ്, ഇല്ലേ? നമ്മൾ സൂര്യനെ വരയ്ക്കുകയാണെങ്കിലും കുട്ടികൾ വരയ്ക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ വരച്ച് വരുന്ന പോലെ, അല്ല താഴത്തെ വെള്ളത്തിലല്ല വരയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണെങ്കിലും പ്രകൃതിദത്തമായിട്ട് ഇവരുടെ വർഷിപ്പ് ഇങ്ങനെ. പക്ഷേ ഇതിനെ ആരും പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, എത്ര നമ്മൾ ആധ്യാത്മികാചാര്യന്മാരെ നിങ്ങൾ തന്നെ ഇപ്പം നമ്മൾ തന്നെ അറിയാം, നിങ്ങൾ പോകുന്ന പലതും നമ്മൾ കാണുന്നുണ്ട്. പലയിടത്തും പോകുമ്പോൾ ഇവരുടെ വ്യൂ ഒക്കെ ഒരു അക്കാഡമിക്കാണ്. കാരണം ശങ്കര വേദാന്തം അല്ലെങ്കിൽ ദ്വൈതദർശനം, സാങ്ക്യം, മീമാംസ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കർമ്മ പദ്ധതികളുടെ വൈദിക കർമ്മ പദ്ധതികൾ ഉണ്ടായിരിക്കാം, മെഡിറ്റേഷൻ, രാജയോഗ എക്സെട്ര. ഇതൊക്കെ ഇവർ അക്കാഡമിക്കാണ്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഇന്ത്യയിൽ ഒഴിച്ച്, ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പോലും അവൈലബിൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവർ ഇത് പഠിച്ചിട്ട് ഇതാണ് ശരി, ഇതറിയാത്തവരൊക്കെ മണ്ടന്മാരാണ്. അവർക്കൊന്നും സ്പിരിച്വാലിറ്റി ഇല്ല, അവരൊക്കെ താഴ്ന്ന തലത്തിലാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിരന്തരം. അപ്പോൾ ഇവരോട് നിരന്തരം പറയുകയാണ്, നിങ്ങൾ ഇത് നിർത്തൂ, എന്നിട്ട് ഇതൊക്കെ നിർത്തിയിട്ട് ഞങ്ങളൊപ്പം വരും. നേരത്തെ പറഞ്ഞ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം. ഇതിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 18 വയസ്സിന് ശേഷമാണ് സ്പിരിച്വലായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നത്. ചെറുപ്പം ചിന്തയില്ലാതെ ഇരിക്കില്ല. കഴിഞ്ഞ സമയം പറഞ്ഞിട്ടുണ്ട്, ജന്മം കൊണ്ട് തന്നെ ഇന്റർകാസ്റ്റ് ഫാമിലി ജനിച്ചുകൊണ്ട് നമ്മൾ അന്വേഷണമാണ്, ജാതി ദൈവം ഉണ്ടാക്കിയതാണോ, മതം ദൈവം ഉണ്ടാക്കിയതാണോ. അപ്പോൾ അന്വേഷണമാണ് ഇന്ന് നമ്മളിവിടെ ഇരുത്തുന്നത്. പിന്നെ ജന്മ നിയോഗമുണ്ട്, നമുക്ക് പിന്നീട് സമയം നോക്കാം. പുനർജന്മ സിദ്ധാന്തത്തെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കി കണ്ടപ്പോൾ വൈദികാചാരങ്ങളൊക്കെ പഠിച്ചപ്പോൾ, പിന്നെ അത് ശ്രീനാരായണീയ ദർശനങ്ങൾ പഠിച്ചപ്പോൾ, അതൊക്കെ ഒരു ഇന്നത് ശരി മറ്റേ തെറ്റാന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ വിശാല ദർശനം പറഞ്ഞാലും നാരായണീയ ദർശനത്തിൽ പോലും അതുണ്ട്. സർവ്വദർശന സമഭാവന പറയുമ്പോൾ അവിടെ മാടനും മർദ്ദയ്ക്കും വിലക്കുണ്ട്. അത് സത്യമാണത്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ എനിക്കറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാരായണ ഗുരുവിനെ നിഷേധിക്കുന്ന പോലെയോ. നമ്മളെ സംബന്ധിച്ച് ഗുരുവല്ല, നമ്മളും ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാണ്. ശ്രീനാരായണ ഗുരു എല്ലാവർക്കും സ്വീകാര്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ എതിർത്ത് പറയണം. മാടനും മർദ്ദയും തെറ്റാണെന്ന് പറയുന്ന ആളുകൾ, എന്നാൽ അതിന് കാരണം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു. നാം വീഞ്ഞ് ഉപയോഗിക്കുന്ന ക്രൈസ്തവരെ നാരായണീയർ അവരുടെ മതസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നു. മാംസം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറവ് ബലി നടത്തുന്ന മുഹമ്മദീയരെ, മുസ്ലിങ്ങളെ നാരായണീയർ അവരുടെ സർവ്വമത സമ്മേളനത്തിൽ ആശ്രമത്തിൽ പങ്കെടുപ്പിക്കുന്നു. എന്നാൽ വ്യത്യസ്ത മതമായിരിക്കുന്ന, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന മലബാർ SC ST വിഭാഗങ്ങളുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് ഒരു മതത്തെ ഇവർ പങ്കെടുപ്പിക്കുന്നില്ല. അപ്പം അതായത് ഇവർ പോലും ഒരു ജനത മോശപ്പെട്ടവരാണെന്ന് പറയാതെ പറയുകയാണ്. തുല്യത പറഞ്ഞ നാരായണീയ ദർശനത്തിന്റെ വക്താക്കൾ പോലും, നാരായണ ഗുരുവിന് പോലും പിഴവ് പറ്റി. അതാണ് വിഷയം, പിഴവ് പറ്റി. കാരണം ഇതിൻ്റെ വിശാലത മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ ദർശനങ്ങളുടെ വ്യത്യസ്തത മനസ്സിലാക്കിയപ്പോൾ, കുട്ടിക്കാലത്ത് നമ്മൾ ഈ പറയുന്ന യഹൂദിൽ നിന്ന് ബൈബിൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തോട്ട് മലപ്പുറം ജില്ലയിലാണ് ജനനം. ഇസ്ലാമികളുടെ ഖുറാൻ പല വീക്ഷണത്തിൽ, സുന്നികളുടെയും മുജാഹിദുകളുടെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണമാണ് കല്ല് ദൈവമാകും. കാരണം മുഹമ്മദീയ ദർശനം കണ്ടപ്പോൾ എനിക്ക് മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങൾ കൊണ്ട്. ഇന്ന് കേൾക്കുന്ന പോലെയല്ല അന്ന് കേൾക്കുന്നത്. അപ്പോൾ കേട്ടപ്പോൾ ഇയാൾ ഒക്കെ നല്ലത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വിഗ്രഹം തെറ്റാണെന്ന് പറയാം. തെറ്റാണെന്ന് പറയണമെങ്കിൽ പിന്നെ യഹൂദരും നമ്മളോട് പഠനം കഴിഞ്ഞപ്പോൾ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ വലിച്ചെറിയാനാണ് പറയുന്നത്. വീട്ടിൽ ഫ്രണ്ടിൽ നോക്കിയിരിക്കുന്ന അതാണ്. അപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല പറഞ്ഞു നമ്മൾ. അപ്പോൾ നമുക്ക് ഇവരിത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് തെറ്റാവണം എന്താ? അപ്പോൾ കല്ല് ദൈവമാകുമെന്ന് അന്വേഷണമാണ്.
ഇങ്ങനെ അന്വേഷണത്തിലേക്ക് നമ്മൾ അയക്കുന്നത്. കാരണം ഉണ്ടാവും, പക്ഷെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ ബോധ്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതിൽ ഈ പറയുന്ന അച്ഛൻ, ഞാൻ ജനിച്ച പരമ്പരയിലെ അച്ഛൻ്റെ പാരമ്പര്യം, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരന്നും താഴ്ന്നവരാണ്. ഇന്നും താഴ്ന്നവർ നമ്മൾ സമൂഹം കാണുന്നത് താഴ്ത്തപ്പെട്ടവർ. താഴ്ന്ന വാക്ക് തെറ്റാണ്, താഴ്ത്തപ്പെട്ടവർ. ഈ താഴ്ത്തപ്പെട്ടതിന് കാരണം എന്താണ്? ഇവർക്ക് എന്താണ് കുറവ്? നമ്മൾ വേദാചാരങ്ങൾ പഠിച്ചപ്പോൾ ആ ആചാരങ്ങൾ അതേപോലെ അല്ലെങ്കിൽ അതേപോലെ ആചാരം ഇവർക്കുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ഇവർക്ക് നിഷ്ഠയുണ്ട്, ആചാരങ്ങളൊക്കെ ഉണ്ട്, ഒരു കുറവുമില്ല. മണ്ഡലമാസം വന്ന ആ പ്രദേശത്തെ ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ മണ്ഡലവ്രതം ആചരിക്കുന്ന അവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റാണ്. മറ്റുള്ളവർക്ക് അതില്ല. 12 ദിവസം കഴിഞ്ഞാൽ അവർ മത്സ്യമാംസാൽ കഴിക്കുന്നു. മത്സ്യമാംസം തെറ്റായിട്ട് പറയല്ല, അവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിത് ഫോളോ ചെയ്യുമ്പോൾ എന്താ ഇവർക്കൊരു കുഴപ്പം? അപ്പോഴാണ് മനസ്സിലാക്കിയത് മറ്റുള്ളവരുടെ ദർശനത്തിലൂടെ നോക്കുമ്പോൾ ഇവർക്കൊരു അറിവില്ലാത്തവരാണെന്ന് കരുതുകയാണ്. അപ്പോൾ ഇവർക്ക് അറിവില്ലേ? ഉണ്ട്. ആ അറിവാണ് ശില്പ ചോദിച്ച മലവാരം എന്ന പ്രയോഗം. മലവാരം. മല എന്ന് പറഞ്ഞാൽ ഒന്ന് മല തന്നെയാണ്, കൂടാതെ മല പറഞ്ഞാൽ ഉയർന്നത്, ഉപരി മുകളിൽ നിൽക്കുന്നത്. അത് നമ്മുടെ തന്ത്രഭാഷ പറഞ്ഞ ശിവം, സാങ്കേതിന്റെ ഭാഷയിൽ പുരുഷൻ, അടിയിൽ വാരം, ഭൂമി അല്ലെങ്കിൽ ശക്തി. പുരുഷനാവുമ്പോൾ ഇവിടെ നമുക്ക് പ്രകൃതി എന്ന് പറയാം, പ്രകൃതി പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ ഇത് പറയാം. അപ്പൊ ഫിലോസഫിക്കലി പ്രകൃതിയും പുരുഷനും എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കുന്ന ഈ സാങ്ക്യമോ അദ്വൈതം പറയണ മായ അല്ലെങ്കിൽ ബ്രഹ്മം, ഈ സംഭവങ്ങളാണ് ഇവർ വേണം മല വാരം. വാക്കുകൾ വ്യത്യാസം. അപ്പൊ ആ ഒരു ആദ്യം തന്നെ നമ്മൾ ഈ പണ്ഡിതന്മാർക്ക്, ഇവിടുത്തെ പണ്ഡിത ശിരോമണികൾക്ക്, വേദാന്തത്തിന്റെ കോട്ടകുത്തളങ്ങൾ കുട്ടി ജ്ഞാനപീഠം കയറിയ ആ മഹാരഥന്മാർക്ക് കൊടുക്കാൻ നമ്മൾ കണ്ടുവെച്ച, അല്ലെങ്കിൽ നമ്മളിലൂടെ സാക്ഷാൽ ജഗദീശ്വരൻ, ജഗദംബ, പരാശക്തി, പ്രകൃതി നമ്മളിലൂടെ ലോകത്തോട് സംസാരിച്ച ഒരു വാക്കാണ് അതുവരെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മളിലൂടെ പറയുകയാണ് മലവാരം. അതുവരെ ഈ വാക്കുണ്ട്, പക്ഷെ അത് സത്യത്തിൽ അതിന്റെ അംബാസഡർ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ വർത്തമാനകാലത്ത് ചണ്ടാളബാബയാകുന്നതിനാണ് നമ്മളല്ല പറയുന്നത്, മറ്റുള്ളവരാ പറഞ്ഞത്. ആകുന്നതിന് കേവലം മന്ത്രവാദമോ എന്തോ അല്ലെങ്കിൽ താണവന്റെ എന്തോ കാട്ടിക്കൂട്ടലോ കോഴിയെക്കൊല്ല അറക്കലോ എന്ന് പറഞ്ഞിട്ട് അതല്ല, ഇത് വേദാന്തത്തോളം തുല്യമാണെന്നാണ് മലവാരം എന്ന വാക്കുകൊണ്ട്. മലവാരം എന്നതിന് ഈ ഒരു അർത്ഥമുണ്ട്. കുലാകുല സംയുക്തം കൗളമിതി ഉച്ചതേ എന്ന് കുളാർണവത്തിൽ സംസ്കൃതത്തിൽ വാക്കുണ്ട്. കുലം എന്ന് പറഞ്ഞാൽ ഈ വാരം, ശക്തി. അകുലം എന്ന് പറഞ്ഞാൽ ശിവം. ഇതേ പ്രയോഗമാണ് മലയും വാരവും എന്ന് പറഞ്ഞുകൊണ്ട് ചണ്ടാളവ രംഗപ്രവേശം ചെയ്യുമ്പോൾ ആദ്യത്തെ വേദാന്തം എന്ന് പറഞ്ഞാൽ ഒരു വേദം, അറിവ്, അറിവിന്റെ അന്തം, അറ്റം. അപ്പോൾ ഈ മലവാരം എന്ന് പറയുന്നതിൻ്റെ അറ്റത്തിൽ ആദ്യം ലോകത്തിന് കൊടുത്ത നമ്മളുടെ സന്ദേശമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ അല്ലെങ്കിൽ ആജ്ഞയോ പ്രതിഷേധവുമാണ് മലവാരം പ്ലസ് വേദാന്തം, ഇതിൻ്റെ അന്തം. എന്നിട്ട് ഇതിൻ്റെ ദൈവങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ മാടൻ, മറുത, ചാത്തൻ, നാരായണഗുരു നിശ്ചയിച്ച എല്ലാ ദൈവങ്ങളും അതിനൊക്കെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ട് അതൊക്കെ ഇന്നതാണ്, അതിനൊക്കെ കൃത്യമായി അർത്ഥമുണ്ട്. ഒരിക്കലും ദേവതയെ മാടന്റെ സ്ഥാനത്ത് ശാരദയെ പ്രതിഷ്ഠിച്ചത് കൊണ്ടോ മറുതയുടെ സ്ഥാനത്ത് ശിവനെ പ്രതിഷ്ഠിച്ചത് കൊണ്ടോ ലോകത്തിൽ അസ്പൃശ്യതയും മാറാൻ പോകുന്നില്ല. അസ്പൃശ്യത മാറണമെങ്കിൽ നിങ്ങൾ ആരിലാണോ അസ്പൃശ്യത കാണുന്നത് അവരെ നിങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കണം.